പ്രതി അറസ്റ്റിലായിട്ടുണ്ട്. ആദ്യമേ തന്നെ കേരള പോലീസിൽ വിശ്വസിച്ച് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ സീനിയർ ഓഫീസേഴ്സിൻ്റെ ഒരുപാട് ഗൈഡൻസും സപ്പോർട്ടും എല്ലാം കിട്ടിയിരുന്നു, എസ്പെഷ്യലി ടെക്നിക്കൽ ഗൈഡൻസ്. ഇന്നലെ ഉച്ച മുതൽ നമ്മൾ ടെക്നിക്കലായിട്ടുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുമായിരുന്നു. സ്റ്റേറ്റ് പോലീസ് ചീഫ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ സഹകരണത്തോടും സഹായത്തോടും കൂടിയിട്ടാണ് നമുക്ക് രാത്രിയോട് കൂടിയിട്ടാണ് ആദ്യമായിട്ട് ലൊക്കേഷൻ കിട്ടിയത്. പിന്നീട് ഇൻ്റർനെറ്റ് ഉൾപ്പെടെയുള്ള അയാൾ ഇൻ്റർനെറ്റ് ഉൾപ്പെടെ യൂസ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ടെക്നിക്കലായിട്ടുള്ള ഡേറ്റ കിട്ടി. രാത്രിയോടുകൂടി തന്നെ ഇയാൾ മാള പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള മേലടൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ളതായിട്ട് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ടീം ഇവിടെ നിന്ന് രാത്രി തന്നെ പുറപ്പെട്ടിരുന്നു. രാവിലെ ഒരു 8 മണിയോട് കൂടിയിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ കിട്ടി. നമ്മളവിടെ ചെന്ന് പ്രതിയെ കീഴ്പ്പെടുത്തുകയായിരുന്നു. മോട്ടീവ് നമ്മൾ നേരത്തെ സംശയിച്ച പോലെ തന്നെ നേരത്തെ വിജയകുമാർ കൊടുത്ത കേസിൽ ഇയാൾ അകത്തു പോയിരുന്നു. ഇയാളൊരു 5.5 മാസത്തോളം റിമാൻഡിലായിരുന്നു. ഇയാൾക്ക് ജാമ്യത്തിലെടുക്കാനൊന്നും വേറെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇയാളെ ജാമ്യത്തിലെടുത്തത് കോട്ടയത്ത് തന്നെയുള്ള 2 സ്ത്രീകളാണ്. അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ഇൻഫർമേഷൻ ഞാൻ വേറെ കൊടുക്കുന്നുണ്ട്. അവർ ജാമ്യം എടുക്കാൻ വേണ്ടി മാത്രം സഹായിക്കുന്ന ആൾക്കാരാണ്. ജയിലിൽ കിടന്ന് പരിചയപ്പെട്ടിരുന്ന ഒരു വ്യക്തി മുഖാന്തരം 2 സ്ത്രീകളാണ് ജാമ്യം എടുത്തു കൊടുത്തത്. അപ്പോൾ ഈ 5.5 മാസത്തോളം റിമാൻഡിൽ കഴിഞ്ഞതിൻ്റെയും പിന്നീട് ഇയാളുടെ കുടുംബം വൈഫ് എന്തോ ഇട്ടേച്ചു പോവോ അങ്ങനെ എന്തോ ഇഷ്യൂസൊക്കെ ഉണ്ടായി. അപ്പോൾ അതിൻ്റെ പ്രതികാരം എന്നോണം ആയിരിക്കാം ഇത്രയും ക്രൂരമായ കൊലപാതകം ചെയ്തതെന്നാണ് നമ്മുടെ അസംഷൻ. ആളെ നമ്മൾ കൂടുതൽ ചോദ്യം ചെയ്ത് വരുന്നുണ്ട്. അതുപോലെ വിജയകുമാറിൻ്റെ ഫോണുകൾ അവിടെ നിന്ന് അയാൾ എടുത്തിരുന്നു. അതെന്താണ് ചെയ്തത് എന്നുള്ള രീതിയിലുള്ള അന്വേഷണം കൂടെ മുന്നോട്ട് പോകുന്നു. മകൻ്റെ മരണവുമായിട്ട് ഇതിന് യാതൊരുവിധ ബന്ധവും ഇല്ല എന്നുള്ളതാണ് നമ്മുടെ 100% നമ്മുടെ ഒരു വിശ്വാസം. അങ്ങനെയാണ്. അത് 2017 നടന്ന ഒരു ഇഷ്യൂ ആയിരുന്നു. അത് അൺനാച്ചുറൽ ഡെത്തായിട്ടാണ് പോലീസ് അന്വേഷിച്ച് ചാർജ് കൊടുത്തത്. പ്രതി കോട്ടയത്തേക്കാണ് നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. സോഫാർ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ നിഗമനം. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ, ഇയാളുടെ സഹോദരൻ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഹൈഡ് ഔട്ട് ആയിട്ടുള്ള സ്ഥലത്ത് ഇയാളുടെ സഹോദരൻ ഉണ്ടായിരുന്നു. അപ്പോൾ സഹോദരനെയും അതുപോലെ വേറെ 2 സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. അവരെ തൃശ്ശൂർ മാള പോലീസ് പ്രിവെൻറ്റീവ് അറസ്റ്റ് ചെയ്ത് ഡീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ അവൈലബിൾ ആവുകയാണെങ്കിൽ അവരെയും കൂടി നമ്മൾ കസ്റ്റഡിയിലെടുക്കും. അതാ പറഞ്ഞത്, ഈ സഹോദരൻ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ഇതുകൊണ്ടാണ് ആദ്യം നമുക്ക് പെരുമ്പാവൂരുള്ളതായിട്ടാണ് ഇൻഫർമേഷൻ കിട്ടിയത്. അവിടെ ചെന്ന് സെർച്ച് നടത്തി പിന്നീട് ഫോളോ അപ്പിലാണ് മാള വരെ നമ്മൾ എത്തിച്ചത്. ഒളിവിൽ കഴിയാൻ സഹായിച്ചിരുന്നോ, സഹോദരന് ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നോ, ഈ രീതിയിലുള്ള അന്വേഷണം നമുക്ക് നടത്തേണ്ടിയിരിക്കുന്നു. ഒരാളെ മാത്രമാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. മറ്റുള്ളവർ അത് ജസ്റ്റ് നമ്മൾ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ചെയ്തത്. ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റ് ഇയാൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്ഥലത്തെ സാന്നിധ്യം ഇയാളുടെ സാന്നിധ്യം മാത്രമേ ഉണ്ടായിരുന്നു. ആയിരിക്കാം. നേരത്തെ പറഞ്ഞ പോലെ മുൻവൈരാഗ്യം തന്നെയാണ്. കൃത്യമായ പ്ലാനിങ് ഉണ്ടായിരുന്നു. ഇയാൾ 19-ാം തീയതി മുതൽ കോട്ടയത്ത് വന്ന് താമസിച്ചതിന് നമുക്ക് തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ അവിടെ ലോഡ്ജിൽ വന്ന് റൂം എടുത്തതിനും കൃത്യം നടത്തുന്നതിന് മുന്നേ ലോഡ്ജിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതും കൃത്യം നടത്തി തിരിച്ചു വന്ന് വെളുപ്പിന് 5 മണിക്ക് ലോഡ്ജിൽ നിന്ന് പുറത്തു പോകുന്നതൊക്കെ ആയിട്ടുള്ള ഇൻഫർമേഷൻ. വീട്ടിൽ DVR ഇയാളാണ് എടുത്തിരിക്കുന്നത്. അതെന്താണ് ചെയ്തിരിക്കുന്നത്, എവിടെയാണ് നശിപ്പിച്ചത് അല്ലെങ്കിൽ ഉപേക്ഷിച്ചത്, ആ രീതിയിലുള്ള ഇൻഫർമേഷനും കൂടെ നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല.